ശ്രീ ആർ ശശികുമാർ, നോക്കൂ, ഈ സരസ്വതി ടീച്ചർ, ബീന ടീച്ചർ, അതിനുശേഷം ഇപ്പോൾ സിസ തോമസ്, ഇവരൊക്കെ ടാർഗറ്റ് ചെയ്യപ്പെട്ടവരാണ്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, പല ഘട്ടങ്ങളിൽ ടാർഗറ്റ് ചെയ്ത് ഒടുവിൽ അവരെ പരിഹസിക്കുക, അധിക്ഷേപിക്കുക, അപമാനിക്കുക. അതാണ് SFIയുടെ ഒരു ശീലം. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നൊരു ചോദ്യമാണ്. അതായത് ആ SFI ആ കോളേജിൽ നടത്തിക്കൊണ്ടുവന്ന രീതികൾക്ക് മാറ്റമുണ്ടാകുക, അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുക, ആ പഴയ രീതികൾ നടന്നു പോകാത്തതിൻ്റെ ചുരുക്കോ SFIക്ക്? അല്ല, കേരളത്തിലെ 1980 ശേഷം 1990 CPM ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പിടിമുറുക്കിയത്. അതിനുശേഷം മാറി മാറി സർക്കാർ വന്ന് UDFൻ്റെ സർക്കാർ വന്നാൽ പോലും CPMനും SFIക്കും അമിതമായ പ്രാധാന്യവും എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഉണ്ട് എന്നുള്ളൊരു സത്യമാണ്. അതനുസരിച്ച് അവർക്ക് അധ്യാപകരെ കൂടി കയ്യിലെടുത്തിട്ടുണ്ട്. അധ്യാപക സംഘടനകൾ ശക്തമാണ്. അധ്യാപക സംഘടനകൾ സർക്കാർ മാറിയാൽ പോലും അവരുടെ താല്പര്യങ്ങൾ, ഇടതുപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നുള്ള ഒരു അഹങ്കാരമുള്ളതുകൊണ്ട് അവരെപ്പോഴും ആ സംഘടന ഉറച്ചു നിൽക്കുകയും വലതുപക്ഷ സംഘടന ഗവൺമെൻറ്റിനെ പോലും അട്ടിമറിക്കാൻ പോലും അവർ ശ്രമിക്കും. ഇത് കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നടന്നു വരികയാണ്. അതിനെതിരെ നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്, ഒരു നല്ലൊരു വിഭാഗമുണ്ട്. പക്ഷേ അതിൽ പ്രധാനികളായി വരുന്നതിൽ പുരുഷന്മാരെക്കാളും സ്ത്രീകളാണ്. അവർ വളരെ ശക്തമായ നിലപാട് ഈ കാണിക്കുന്ന SFIയുടെ നെറികേടുകൾക്കെതിരെ എടുക്കുമ്പോൾ അവരെ ടാർഗറ്റ് ചെയ്യുകയാണ് CPM ചെയ്യുന്നത്, SFI ചെയ്യുന്നത്. ഞാൻ അതാണ് ആദ്യം സൂചിപ്പിച്ചത്. SFIയുടെ എല്ലാ നീക്കങ്ങൾക്കും പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുന്നതും നേതൃത്വം കൊടുക്കുന്നതും CPM ആണ്. ഇവിടെ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി അതിൻ്റെ ക്രെഡിബിലിറ്റി നിലനിൽക്കുന്നതിൻ്റെ തുടക്കം മുതലാണ്. ഇനിയിപ്പോൾ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി ആയിരുന്നപ്പോൾ തുടങ്ങിയ അതിൻ്റെ ആ പാരമ്പര്യം ഇന്നും കേരള സർവകലാശാല നിലനിർത്തുന്നു. അതുപോലെ തന്നെയാണ് മറ്റെല്ലാ സർവകലാശാലകളും. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, സംസ്കൃത സർവകലാശാലയുടെ അടിതെറ്റിപ്പോയി. അടിസ്ഥാനപരമായി അവിടെ ആദ്യം നിയമിച്ച അധ്യാപകരെന്ന് പറയുന്ന മുഴുവനും ഒരു പറ്റം ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത, വളരെ കുറഞ്ഞ മാർക്ക് മാത്രം വാങ്ങിച്ച, ഇൻ്റർവ്യൂവിൽ കൂടുതൽ മാർക്ക് വാങ്ങിച്ച ഒരു അധ്യാപകരായിരുന്നു. ഞാൻ പേരെടുത്ത് പറയാം. സുനിൽ P. ഇളയടം എന്ന് പറയുന്ന പ്രശസ്ത ഇടതുപക്ഷ സാഹിത്യകാരനോ വിളിച്ചു പറഞ്ഞ നിരൂപകൻ എന്ന് പറഞ്ഞ് നടക്കുന്ന അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ, അവർക്ക് വാസ്തവത്തിൽ ഈ വിഷയവുമായിട്ടൊന്നും ബന്ധമില്ലാത്ത വളരെ ലോ പ്രൊഫൈലുള്ള ആൾക്കാരാണ്. അവരുടെ നിയന്ത്രണത്തിലാണ് സർവകലാശാല. അതിന് ശേഷം വന്ന അധ്യാപകരായ രീതിയിലാണ്. അപ്പോൾ ഫാക്കൽറ്റികൾ ഒരു സർവകലാശാല സംബന്ധം പ്രധാനമാണ്. അത് കഴിഞ്ഞ് ജീവനക്കാർ. ഇപ്പോഴെന്താ, സംസ്കൃത സർവകലാശാല എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഭാഷ സംസ്കൃതമാണ്. സംസ്കൃതത്തിന് ആവശ്യത്തിൽ കൂടുതൽ ഫണ്ട് ഗ്രാൻഡായിട്ട് നൽകുന്നുണ്ട്. ഒത്തിരി പ്ലാൻ പ്രോഗ്രാംസ് ഈ സർവകലാശാലയ്ക്ക് ലഭിക്കുന്നുണ്ട്. ആ പണം വീതം വയ്ക്കുന്ന ഒരു വലിയ വിഭാഗം അധ്യാപകരും അവരോടൊപ്പം നിൽക്കുന്ന ഒരു പറ്റം ജീവനക്കാരും ഇവിടെയുണ്ട്. ഞാൻ എല്ലാവരും അടച്ചാക്ഷേപിച്ച് പറയല്ല, ഒരു പറ്റം. ഇവരുടെ നിലനിൽപ്പും അവരുടെ സാമ്പത്തിക സ്രോതസ്സും സർവകലാശാലയാണ്. ഇവിടെ ഇത് പറയുമ്പോൾ ഞാൻ വേറൊന്ന് പറയട്ടെ. PSCയിലെ നിയമനങ്ങൾ, ഈ ക്വാളിറ്റി ഇല്ലാത്ത അധ്യാപകരിൽ വലിയൊരു പങ്ക് നമ്മുടെ PSCയിലെ എക്സാമിനേഴ്സാണ്, ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റേഴ്സാണ്. ഈ അടുത്ത കാലത്ത് PSC മെമ്പറായിരിക്കുന്ന പ്രിൻസി കുര്യാക്കോസ് DYFIയുടെ എറണാകുളം ജില്ലാ പ്രസിഡൻ്റാണ്. ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിശയിച്ചൊരു കാര്യമില്ല. ഞാൻ അവരുടെ തീസിസ് മുഴുവൻ പരിശോധിച്ചതാണ്. ആ തീസിസ് ശങ്കരാചാര്യരെക്കുറിച്ചുള്ള തീസിസിൽ ശങ്കരാചാര്യർ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് പറയുന്നു. ശങ്കരാചാര്യ 8-ാം നൂറ്റാണ്ടാണോ 9-ാം നൂറ്റാണ്ടാണോ എന്ന തർക്കം നടക്കുന്ന കാലഘട്ടത്തിൽ ശങ്കരാചാര്യ സർവകലാശാലയിൽ നിന്നും PhD ബിരുദം നേടുന്ന ഇന്നിപ്പോൾ PSC മെമ്പറായിരിക്കുന്ന പ്രിൻസി കുര്യാക്കോസിൻ്റെ തീസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മുഴുവനും അക്ഷരത്തെറ്റാണ്. അവർക്കും കിട്ടി PhD. അവരെല്ലാമാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റേഴ്സിനെ നിയമിച്ചാൽ നമ്മുടെ ഭരണഘടനാ സ്ഥാപനമായ PSCയുടെ അവസ്ഥ എന്താ? ഇതിനും തുടക്കം ഈ സംസ്കൃത സർവകലാശാലയാണ്. ഈ അടുത്ത കാലത്ത് ഗവർണറെ പോലും കബളിപ്പിക്കാൻ ശ്രമിച്ചു. ഇവിടെ ചട്ടമ്പി സ്വാമികളെക്കുറിച്ചുള്ള 12 വാല്യം
പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പന്മനയിൽ വെച്ച് തീരുമാനിച്ച് ഗവർണർ എത്തുന്നതിനും തൊട്ട് മുമ്പ് ഇന്ന് വൈസ് ചാൻസലറായിരിക്കുന്ന ഡോക്ടർ സിസാ തോമസ് ആ പുസ്തകം പരിശോധിച്ചപ്പോൾ 4 വോളിയം മാത്രമേ പ്രിൻ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കി 8 വോളിയം വെള്ള പേപ്പർ. സംസ്കൃത സർവകലാശാലയിലെ പബ്ലിക്കേഷൻ്റെ ചുമതലയുള്ള CPM-ൻ്റെ എല്ലാ ഇൻ്റർവ്യൂ ബോർഡുകളിലും ഇപ്പോൾ വിവാദമായിരുന്നിയ MP രാജേഷിൻ്റെ മുൻ മന്ത്രിയുടെ ഭാര്യയെ നിയമിച്ചതിൽ, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന രാകേഷിൻ്റെ ഭാര്യ കണ്ണൂരിൽ നിയമിച്ച പ്രിയ വർഗീസിനെ നിയമിച്ചത്, ആ ലിസി മാത്യു ആണ് പബ്ലിക്കേഷൻ്റെ ചുമതലയുള്ളപ്പോൾ വെള്ള പേപ്പർ പ്രിൻ്റ് ചെയ്ത് ഗവർണറെ കബളിപ്പിക്കാൻ ശ്രമിച്ചത് മറ്റൊന്നിനുമല്ല. അത് ഗവർണർ മടിച്ചു നോക്കുമ്പോൾ വെള്ള പേപ്പറാണെന്ന് കണ്ടാൽ ആദ്യം സസ്പെൻഡ് ചെയ്യുന്നത് സിസാ തോമസിനെ ആയിരിക്കും. പക്ഷേ സിസാ തോമസ് വളരെ ഷ്രൂഡായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ ആയതുകൊണ്ട് പേജ് മാറി ബുക്ക് കാർട്ടൺ പൊട്ടിച്ചു നോക്കിയപ്പോൾ വെള്ള പേപ്പറാണ്. അത് വെള്ള പേപ്പറെന്ന് കണ്ടെത്തിയിരുന്നെങ്കിൽ പിറ്റേ ദിവസം പത്രവാർത്ത വരും, സിസാ തോമസ് വെളിയിൽ. അപ്പോൾ സിസാ തോമസിനെ പുറത്താക്കുക എന്നുള്ള ലക്ഷ്യം അവിടുത്തെ അധ്യാപകരും അവിടുത്തെ ജീവനക്കാരും CPM കാണിച്ച ഒരു ചതിയായിരുന്നു.